കൊച്ചി വൈപ്പിനിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ എന്നാണ് വരുന്ന വാർത്ത. MSC എൽസ എന്ന കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തട്ടി വല കീറി എന്നാണ് പരാതി. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി എത്തുന്നു. ശ്യാം, ആ കണ്ടെയ്നറുകൾ തട്ടി മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾക്ക് കേടുപാടുണ്ടാകുമെന്ന് അന്ന് നമ്മൾ അന്നേ ഭയപ്പെട്ടതാണ്. അതുപോലെ സംഭവിക്കുന്നു. എത്ര വല കീറി, എത്ര ലക്ഷത്തിന്റെ നഷ്ടം? ശ്യാം. ഹാഷ്മി, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന് മേലാണ് ഈ ഒരു വലിയ ഇടിത്തി പോലെ ഇതുണ്ടായിരിക്കുന്നത്. അവർ GPS ഒക്കെ ഉപയോഗിച്ചാണ് കടലിൽ പോകുന്നത്. പക്ഷേ അവർ തന്നെ പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങളിൽ ഉടക്കുണ്ടാക്കുന്നു. ഇന്ന് 8 വള്ളങ്ങളുടെ വലയാണ് കീറിയിരിക്കുന്നത്. പരീക്ഷണം, ആദിത്യൻ, ജലനിധി, അയ്യപ്പജ്യോതി, ആണ്ടവൻ, ഉന്നതൻ, ആറാട്ട്, സ്നേഹദീപം, അങ്ങനെ 8 വള്ളങ്ങളുടെ വലയാണ് കീറിയിരിക്കുന്നത്. ഒരു വള്ളത്തിൽ 10,000-3000 കിലോ വല കയറ്റുമ്പോൾ അതിന് 30 ലക്ഷം 40 ലക്ഷം രൂപ വരുന്ന വലയാണ്. അതാണ് ഇപ്പോൾ പൊട്ടി കരയിലേക്ക് അവർ വന്നിരിക്കുന്നത്. വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. ഇനി 3-4 ദിവസത്തേക്ക് ഈ വള്ളങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ പരമ്പരാഗത വള്ളങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മൺസൂൺ സമയം. അപ്പോൾ അവർ കരയിൽ പണിയില്ലാതെ ഇരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ആ മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. പരാതിയുമായി ചെന്നിട്ട് ഒരു രസീത് പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അവരെല്ലാവരും ആ പരാതിയാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോസ്റ്റൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടായാൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ആ പാവങ്ങൾ ചോദിക്കുന്നത്. ഓരോ ദിവസവും കണ്ടെയ്നർ ഒഴുകി ഓരോ ഭാഗത്ത് വന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ദുരന്തമുണ്ടാവുകയും അവരുടെ ഉപജീവന മാർഗമായ വല തന്നെ കീറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ വൈപ്പിനിലാണ് ഈ ദുസ്ഥിതി പാവങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, കാലാവസ്ഥാ പ്രശ്നം, ഉള്ള കപ്പലെല്ലാം അവിടെ കടലിൽ നിന്ന് കത്തുന്നു, അതിന്റെ രാസപ്രശ്നം, അതിൽ മീൻ കഴിക്കുമെന്ന് പേടി, ആൾക്കാർ മീൻ വാങ്ങിക്കാത്ത പ്രശ്നം, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് കുത്തുവാളെടുത്തിരിക്കുകയാണ് ആ ജനത. അതിൻ്റെ സർക്കാർ കൊടുത്തു 1000 രൂപ എന്തോ, അത്ര 6 കിലോ അരിയോ എന്തൊക്കെ കൊടുത്തായിരുന്നു. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അവരുടെ ആയുഷ്കാലത്തിന് സമ്പാദ്യമായ വലയൊക്കെ കൊണ്ട് കീറുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. എന്താണ് അവരുടെ പ്രതികരണം ശ്യാം? എന്താണ് ഇതിന് പരിഹാരം? ഹാഷ്മി, പരിഹാരം ഇനിയിപ്പോൾ 3 ദിവസം വല കൂട്ടിക്കെട്ടണം. പലർക്കും ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളോട് ഈ പ്രതികരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടലിലെ കണ്ടെയ്നറുകളൊന്ന് എടുത്തു മാറ്റിത്തരൂ, അതിനി ആരുടെ കാല് പിടിക്കണമെന്നാണ് അവർ ചോദിക്കുന്നത്. ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു. അപ്പോൾ എവിടെ വലയിടും? വലയിട്ടാലേ മീൻ കയറുകയുള്ളൂ, എങ്കിലേ അവർക്കത് കരയിൽ കൊണ്ടുവന്ന് വിറ്റ് പണം കിട്ടുകയുള്ളൂ. ഇപ്പോൾ തന്നെ 50,000 രൂപയുടെ ഡീസലുമായി ഇന്നലെ പോയൊരു വള്ളത്തിനുണ്ടായ നഷ്ടമാണ് 30 ലക്ഷം രൂപയുടെ വല കീറിയത്. അപ്പോൾ അവർ ഈ നഷ്ടമൊക്കെ ആരോട് പറയും? ഒരു പരാതി കൊടുത്താൽ രസീത് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആ മത്സ്യത്തൊഴിലാളികൾ വിലപിക്കുന്നത്. കാരണം ഇത് ഓരോ ദിവസവും ഉണ്ടാകുകയാണ് ഓരോ തീരത്തും. ഇങ്ങനെ ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൺസൂൺ കാലത്ത് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കുന്ന ഒരു കാലമാണ് അവർക്കത്. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ അവിടെ മത്സ്യങ്ങൾ, ഈ 8 വള്ളങ്ങളുടെയും വലജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിയുമായി ചെന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടാകാതിരുന്നതോടെ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി ചെല്ലുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് നാളെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഹാഷ്മി. ഓക്കെ, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. അങ്ങേയറ്റം അവർക്ക് വലിയ ധാർമ്മിക രോഷവും നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ആ മേഖലയിൽ ഒട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. മീനെ കണ്ട് അടിച്ച് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്. റോപ്പ് കയറി കഴിഞ്ഞാണ് വല കാണുന്നത്. ഞങ്ങൾ സാധാരണ ഈ ഉടക്കൊക്കെ നോട്ട് ചെയ്ത് വെച്ചാറുണ്ട് GPS-ൽ. ഇത് പുതിയ പുതിയ സ്ഥലത്താണ് ഈ ഉടക്ക് വന്നേക്കണം. ഒരു 1000 കിലോ വല എങ്കിലും വാങ്ങിക്കണം. പിന്നെ ഈ തൊഴിലാളികളുടെ അധ്വാനം വേറെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞങ്ങള് വല അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതുതായിട്ട് ഒരു ഉടക്കാണ് കണ്ടത്. അത് ഏകദേശം കണ്ടെയ്നർ പോലുള്ള വസ്തുവാണ് വെള്ളത്തിനടിയിൽ എന്നുള്ള രൂപമാണ് ഞങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞത്. കണ്ടെയ്നറുകൾ ഈ ഭാഗത്തു നിന്നും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ മാറ്റുകയും ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അവരുടെ ആ പ്രതിസന്ധിക്ക് സർക്കാർ തന്നെ പരിഹാരം കണ്ടുകൊടുക്കട്ടെ.